ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലയിൽ ജോലി ചെയ്ത് അതീവ നിർണായക രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുക്കുന്ന കേസുകൾ കൂടി വരുന്നത് ആശങ്കയോടെയാണ് സൈനിക ഇന്റലിജൻസ് കാണുന്നത്. ഒരാഴ്ചക്കിടെ സമാന കേസിൽ 3 പേരാണ് അറസ്റ്റിലായത്. 3 പേരും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന ടെക്കികളും. സമീപകാലത്തെ ഏറ്റവും വലിയ ചാരവൃത്തിയാണ് നടന്നതെന്നാണ് അധികൃതർ പറയുന്നത്. മാത്രമല്ല, പാകിസ്ഥാന്റെ ISIക്ക് ഇന്ത്യയിൽ നിന്ന് വമ്പൻ സ്രാവുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞതും അധികൃതരെ കുഴക്കുന്നുണ്ട്. അറസ്റ്റിലായവർ ഇവരാണ്. 1. ദീപ്രാജ് ചന്ദ്ര, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ സീനിയർ എഞ്ചിനീയർ. 2. വികാസ് കുമാർ, കാൺപൂരിലെ ഓർഡനൻസ് ഫാക്ടറി ജൂനിയർ മാനേജർ. 3. രവീന്ദ്ര കുമാർ, ഫിറോസാബാദ് ഓർഡനൻസ് ഫാക്ടറി ചാർജ്മാൻ. ബെല്ലിലെ ഹൈടെക് ചാരനായ ദീപ്രാജ് ചന്ദ്ര കരസേന, നാവികസേന, വ്യോമസേന എന്നിവയ്ക്കായി കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ, റഡാർ സാങ്കേതിക വിദ്യകൾ, ഇലക്ട്രോണിക്സ് യുദ്ധ സംവിധാനങ്ങൾ, ഏവിയോണിക്സ് ആയുധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നൂതന ഇലക്ട്രോണിക് സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന സുപ്രധാനവും അതീവ തന്ത്രപ്രധാനവുമായ സ്ഥാപനമാണ് ബെൽ. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏറ്റവും പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നായ ബെൽ ബഹിരാകാശ ഇലക്ട്രോണിക് ഉപഗ്രഹ സംയോജനം, ആഭ്യന്തര സുരക്ഷാ പരിഹാരങ്ങൾ എന്നിവയിലും കാര്യമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഇതിലെ സീനിയർ എഞ്ചിനീയർ കൂടിയായ ദീപ്രാജ് ചന്ദ്ര കമ്പ്യൂട്ടർ വിദഗ്ധൻ കൂടിയായതിനാൽ ഒറ്റിക്കൊടുത്ത രാജ്യരഹസ്യങ്ങളുടെ ആഴം കണ്ടെത്താൻ തന്നെ പ്രയാസമാകും. കേന്ദ്ര, കർണാടക സൈനിക ഇന്റലിജൻസ് ഏജൻസികൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ദീപ്രാജ് ചന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ വിദഗ്ധനായതിനാൽ വിവരങ്ങൾ കൈമാറാനായി വാട്സാപ്പ്, ടെലഗ്രാം പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് ആപ്പുകളാണ് ഇയാൾ ഉപയോഗിച്ചത്. നേരിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് സമർത്ഥമായി ഇമെയിൽ ഡ്രാഫ്റ്റുകൾ സൃഷ്ടിച്ച് ലോഗിൻ ക്രെഡൻഷ്യലുകൾ പങ്കിടുകയും ഇയാൾ ചെയ്തു. ടെക്കിയായതുകൊണ്ട് തന്നെ ഇയാളുടെ ചാരപ്പണി കണ്ടെത്താൻ സമയമെടുത്തു. 3 വർഷത്തോളമാണ് ഇയാൾ പണത്തിനായി പാക് ചാരസംഘടനയായ ISIക്ക് വേണ്ടി പണിയെടുത്തത്. പ്രത്യുപകരമായി ഇയാളുടെ ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പണം കൈകാര്യം ചെയ്യാനായി ഇയാൾ 1-ലധികം അക്കൗണ്ടുകളും ഉണ്ടാക്കി. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയായ ചന്ദ്ര ബംഗളൂരുവിലെ മദിക്കയിലാണ് താമസിച്ചിരുന്നത്. ചന്ദ്രയുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ബെല്ലിലെ വിവരങ്ങൾ ചോർന്നത് ദേശീയ സുരക്ഷയെ വലിയ തോതിൽ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട്. ശത്രുക്കളുടെ കൈകളിൽ അത്തരം വിവരങ്ങൾ എത്തുന്നത് സായുധ സേനയുടെ പ്രവർത്തന മികവിനെ അപകടത്തിലാക്കുകയും പരിമിതികൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. സീനിയർ എഞ്ചിനീയർ പോലുള്ള പോസ്റ്റിലിരുന്ന് ദീപ്രാജ് ചന്ദ്ര ചോർത്തിയ രഹസ്യ വിവരങ്ങളുടെ വ്യാപ്തിയും ദേശീയ സുരക്ഷയെ ഇത് എത്രത്തോളം ബാധിച്ചേക്കാമെന്നതും സൈന്യം വിലയിരുത്തി വരികയാണ്. നേഹ ശർമ്മയുടെ വിവരങ്ങൾ ചോർത്തിയ വികാസ് കുമാർ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കാൺപൂരിലെ ട്രൂപ്പ് കംഫർട്ട്സ് ലിമിറ്റഡിന്റെ യൂണിറ്റായ ഹസത്പൂർ ഓർഡനൻസ് ഫാക്ടറി ജൂനിയർ മാനേജർ തസ്തികയിലുള്ള വികാസ് കുമാർ 10 വർഷത്തിലേറെയായി ഇവിടെ ജോലി ചെയ്തു വരികയാണ്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ISI ഏജന്റ് എന്ന് കരുതുന്ന നേഹ ശർമ്മ എന്ന പേരുള്ള അക്കൗണ്ടിനാണ് ഇയാൾ രഹസ്യങ്ങൾ കൈമാറിയത്. കാൺപൂർ ദോഹ ജില്ലയിലെ താമസക്കാരനായ വികാസ് കുമാർ നേഹ ശർമ്മയുമായി സ്ഥിരമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഇരുവരും പതിവായി ചാറ്റ് ചെയ്യുന്നുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. രഹസ്യങ്ങൾ കൈമാറിയതിന് പകരമായി ഇയാൾ പാക് ഏജന്റിൽ നിന്ന് പണം സ്വന്തമാക്കിയിരുന്നു. കാൺപൂർ ആയുധ ഫാക്ടറിയിൽ നിന്നുള്ള ഉപകരണങ്ങൾ, വെടിമരുന്ന് നിർമ്മാണം, ജീവനക്കാരുടെ ഹാജർ, മെഷീൻ ലേഔട്ടുകൾ, പ്രൊഡക്ഷൻ ചാർട്ടുകൾ തുടങ്ങിയവയൊക്കെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ ISI ഏജന്റിനെ കൈമാറുകയുണ്ടായി. ബെൽ ജീവനക്കാരി എന്ന് പറഞ്ഞാണ് നേഹ പരിചയപ്പെടുത്തിയതെന്നാണ് വികാസ് കുമാർ നൽകിയ മൊഴി. 3 മാസം മുമ്പാണ് ഇരുവരും പരിചയത്തിലായത്. രഹസ്യം സൂക്ഷിക്കാനായി കുമാർ ലൂഡോ ആപ്പ് വഴിയാണ് ബന്ധപ്പെട്ടിരുന്നത്. രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം എന്നിവയ്ക്കും ഇത് ഭീഷണിയാകുമെന്നും ATS സൂചിപ്പിച്ചു. രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട ഭാരതീയ ന്യായ സംഹിത അഥവാ BNS സെക്ഷൻ 148, ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ സെക്ഷൻ 3, 4, 5 എന്നിവ പ്രകാരം ഇയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേഹയുടെ വലയിൽ വീണ് രവീന്ദ്ര കുമാറും നേഹ ശർമ്മ എന്ന വ്യക്തിയുടെ വലയിൽ വീണ് പണത്തിനു വേണ്ടിയാണ് ഹസത്പൂരിലെ ആയുധ ഫാക്ടറിയിൽ ചാർജ്മാനായി ജോലി ചെയ്തിരുന്ന രവീന്ദ്രകുമാറും രാജ്യത്തെ ഒറ്റിക്കൊടുത്തത്. പാക് ചാര സംഘടനയായ ISIയുടെ ഏജന്റായ നേഹ ശർമ്മ എന്ന വ്യക്തിക്ക് ഇന്ത്യയുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ ഇയാൾ കൈമാറിയതായി ATS ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2024 ജൂണിലാണ് കുമാർ നേഹ ശർമ്മയുമായി ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടത്. ബന്ധം പിന്നീട് ഏറെ അടുപ്പത്തിലേക്ക് വളർന്നു. പതിവായി ചാറ്റും വീഡിയോ കോളും ചെയ്തിരുന്നു. ഇതിനിടെ സെൻസിറ്റീവ് വിവരങ്ങൾ ചോരുന്നതായി ഇന്റലിജൻസ് വിവരം ലഭിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിൽ ചാർജ്മാൻ രവീന്ദ്രകുമാറിൽ നിന്നാണ് വിവരങ്ങൾ ചോരുന്നതെന്ന് അറിഞ്ഞതോടെയാണ് ഇയാളെ പിടികൂടിയത്. മാർച്ച് 12-ന് ആഗ്രയിലെ ATS ഫീൽഡ് യൂണിറ്റിൽ ചോദ്യം ചെയ്യലിനായി രവീന്ദ്രകുമാറിനെ വിളിച്ചു വരുത്തി. ചോദ്യം ചെയ്യലിൽ കുമാർ തുടക്കത്തിൽ പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകുകയും അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു.
തുടർ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലാണ് ഇയാൾ പിന്നീട് കുറ്റം സമ്മതിച്ചത്. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ചന്ദൻ സ്റ്റോർ കീപ്പർ 2 എന്ന കോണ്ടാക്ട് നാമവുമായി ബന്ധിപ്പിക്കുന്ന വാട്സപ്പ് ചാറ്റ് കണ്ടെത്തിയതോടെയാണ് ചാരവൃത്തി വെളിച്ചതായത്. ഈ നമ്പർ നേഹ ശർമ്മയുടേതായിരുന്നു. ചാറ്റ് മറച്ചുവെക്കാൻ കുമാർ നേഹയുടെ കോണ്ടാക്ട് വ്യാജ പേരിൽ സേവ് ചെയ്യുകയായിരുന്നു. ഡ്രോണുകൾ, ഗഗൻയാൻ പദ്ധതി, സ്റ്റോർ റെസിപ്റ്റുകൾ, ക്ലാസിഫൈഡ് നിരീക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടങ്ങിയ പ്രൊഡക്ഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് രേഖകൾ ചാറ്റിലുണ്ടായിരുന്നു. സ്ക്രീനിംഗ് കമ്മിറ്റിയുടേതായി ബന്ധപ്പെട്ട രഹസ്യ കത്തും ഫാക്ടറിയിലെ സ്റ്റോക്ക് സംബന്ധിച്ച നിർണായക റിപ്പോർട്ടുകളും ഇയാൾ വാട്സപ്പ് വഴി പങ്കിട്ടതായി മനസ്സിലായി. ഉന്നത ഫാക്ടറി ഉദ്യോഗസ്ഥരും 51 ഗൂർഖ റൈഫിൾസിലെ അംഗങ്ങളും നടത്തിയ ലോജിസ്റ്റിക് ഡ്രോൺ പരീക്ഷണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളടങ്ങിയ രഹസ്യ മീറ്റിംഗ് ഫയലും ഇയാളുടെ വാട്സപ്പിലുണ്ടായിരുന്നു. ISIയുമായുള്ള ശർമ്മയുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും കുമാർ മനഃപൂർവ്വം ചാരവൃത്തിയിൽ ഏർപ്പെട്ടുവെന്ന് ATS അറിയിച്ചു. കുമാറിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര ബാഹ്യ സുരക്ഷയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുമെന്ന് ATS ഉദ്യോഗസ്ഥൻ പറയുന്നു. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 148, ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ സെക്ഷൻ 3, 4, 5 എന്നിവ പ്രകാരം കുമാറിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുത്തവരുടെ ലിസ്റ്റ് ഇവിടെ പൂർണ്ണമാണോ എന്നറിയില്ല. പിടിയിലായവർ ഇവർ 3 പേർ മാത്രമാണ്. പണത്തിന് വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുത്തവർ വേറെയും ഉണ്ടാകാം. ദീപ്രാജ് ചന്ദ്രയും വികാസ് കുമാറും രവീന്ദ്രകുമാറും മാത്രമാകില്ല നേഹ ശർമ്മമാരുടെ വലയിൽ വീണിട്ടുണ്ടാകുക. ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരക്കാരെ പുറത്തു കൊണ്ടുവരികയും അവരെ തുറന്നു കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.